നൂറ്റാണ്ടുകളായി, അതല്ല ആയിരക്കണക്കിന് സംവത്സരങ്ങളായി മഹാരഥന്മാരായ അമ്പിയാക്കൾ മുഴക്കിയ അതേ തൗഹീദ്, സ്വഹാബത്ത് മുഴക്കിയ അതേ തൗഹീദ്, ഇമാമിങ്ങൾ മുഴക്കിയ അതേ തൗഹീദ് അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഒരു സംഘടനയായി രൂപം കൊണ്ടതിൻ്റെ ശേഷം 100ഓളം കൊല്ലമായിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് ഒരു സൃഷ്ടിക്കും യാതൊരർത്ഥത്തിലും ഒരു അഭൗതികമായ കഴിവും ഇല്ല എന്ന അടിയുറച്ച വിശ്വാസം, അതാണ് ശുദ്ധമായ തൗഹീദ്. ഏത് സൃഷ്ടിയാവട്ടെ, അത് നബിയാവട്ടെ, അതുപോലെ തന്നെ മലക്കുകളാവട്ടെ, ഔലിയാക്കളാകട്ടെ, അതുപോലെ തന്നെ ജിന്നുകളാവട്ടെ, ഏത് വ്യക്തികളോ ശക്തികളോ ആണെങ്കിലും അഭൗതികമായ ഒരു കഴിവും ഒരൊറ്റ സൃഷ്ടിക്കുമില്ല എന്ന അടിയുറച്ച വിശ്വാസം. അഭൗതികമായ കഴിവ് എൻ്റെ റബ്ബിന് മാത്രമേയുള്ളൂ എന്ന അടിയുറച്ച തൗഹീദ്. ആ തൗഹീദിൽ വെള്ളം ചേർക്കുവാൻ ഒരാളെയും സമ്മതിക്കാത്ത നിലക്കുള്ള ആ കൃത്യമായ ആദർശം, അഭൗതികമായ വിശ്വാസം, അഭൗതികമായ കഴിവുകൾ ഏതെങ്കിലും സൃഷ്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാലൊന്നും തകരാറില്ല, അവരെ വിളിച്ച് തേടിയാലേ തകരാറുള്ളൂ എന്ന തൗഹീദിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെ നമ്മളൊരു കാലത്തും പിന്തുണക്കുന്ന വിഷയമേയില്ല. മറിച്ച് അദൃശ്യമായ രൂപത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ, നമുക്ക് രക്ഷകൾ നൽകാൻ, നമ്മെ ശിക്ഷിക്കുവാൻ കഴിവുള്ള ഒരൊറ്റ ശക്തിയേയുള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുമാത്രമാണെന്ന അടിയുറച്ച വിശ്വാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.